ഭാര്യയ്ക്ക് വിടുതലാവും. ഇന്ന് രാവിലെ അംബിക യേശു തൊടാൻ പോവാ. നീ ഒരുപാട് കരയുന്നൊരു വിഷയമുണ്ട്. ഇന്ന് രാവിലെ യേശു സൗഖ്യമാക്കാൻ പോവാ. ശാരീരികമായ ഒരു വിടുതലുണ്ടാകാൻ പോവാ. കൈയടിച്ചു വിളിക്കുക, യേശുവേ 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 യേശുവേ. ശക്തിയാവരിക്കുക യേശുവിന്റെ നാമത്തിലെ. നാളുകൾ ചലിപ്പിച്ച് അഭിഷേകം സമ്പത്താണ്, അഭിഷേകം സമ്പത്താണ്. അഭിഷേകം എന്റെ സമ്പത്താണ്. ദൂരം ചെന്നാൽ അഭിഷേകം എന്റെ സമ്പത്താണ്. ദൂരം ചെന്നാൽ അഭിഷേകം, അഭിഷേകം എന്റെ സമ്പത്താണ്. ദൂരം ചെന്നാൽ അമ്പയ്ക്ക് ചേച്ചി എഴുന്നേറ്റ് എറണാകുളത്താ. ആ, ഒരു വർഷമായില്ലയോ? പ്രശ്ന ആരെല്ലോ അതിരുന്ന് മിണ്ടുന്നുണ്ടോ? ഉണ്ട്. ഇന്ന് രാവിലെ ആളിനെ ഞാൻ ഇറക്കി വിടാൻ പോവാ. ഇന്ന് രാവിലെ നിനക്ക് വിടുതലാവും. ഒരു വർഷം മുമ്പ് ഒരു സ്ഥലത്തുനിന്ന് കയറി വന്നതാ, നിന്നെ കൊന്നുകളയാൻ കയറി വന്ന. എല്ലാരും കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്ന് വിളിച്ചോ. നിനക്ക് തുടങ്ങി വന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്, നിനക്ക് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയുണ്ട്. ഒത്തിരി സങ്കടം അല്ലയോ? ഹോസ്പിറ്റലിൽ പോയി, ഒരു വർഷം കൊണ്ട് നടക്കുക, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇന്ന് മാറുക കേട്ടോ. ഇന്ന് രാവിലെ നീ സ്വസ്ഥതയോടെ ഉറങ്ങും. ഇന്ന് രാത്രി നിനക്ക് ഗുളികയില്ലാതെ ഉറങ്ങാൻ പറ്റുകയില്ല. സത്യം സത്യ. ഇന്ന് നിന്റെ കെട്ടുപൊട്ടും. യേശു നിന്നെ വിടുവിക്കും. താണ്ടേ എന്നെ നോക്ക. വിഷ്ണു ഇല്ലയോ? വിഷ്ണു മോന് കാനഡയിലില്ലയോ? ആ, അവന്റെ കല്യാണം കാണും. ആ, ആലോചിക്കുന്നുണ്ട്. അവന്റെ കല്യാണം നടക്കാൻ പോവാ. 2025 അവന്റെ വിവാഹം നടക്കും. അവൻ കാനഡയിൽ നിങ്ങൾ നാട്ടിൽ വരും. നാട്ടിൽ വെച്ച് അവന്റെ വിവാഹം നമ്മൾ നടത്തും. യേശുവുള്ള കല്യാണം നടത്തും. അവൻ യേശുവിന്റെ സാക്ഷിയാണ്. അവന്റെ കുഞ്ഞിനായി അന്ന് ആരോഗ്യത്തോടെ എടുക്കും. കരമടിച്ചു വിളിക്കുക, യേശുവേ 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 എന്ന് വിളിക്കാവുന്ന ആദരം തുറന്ന് ആ നാമത്തെ വിളിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ ഉറക്കം വിളിച്ച് ആ നാമത്തെ വിളിച്ച്